ദൈവനാമത്തിന് മഹത്വം. 3 ന്യായവിധികളെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചുരുക്കമായിട്ട് പരിശോധിച്ചത്. അതിൽ 3-ാമത്തെ ന്യായവിധിയെക്കുറിച്ചുള്ള കൂടുതൽ വിശദീകരണങ്ങളാണ് ഇന്ന് നൽകുവാനായി ഞാൻ താല്പര്യപ്പെടുന്നത്. ഇസ്രായേലിൻ്റെ ന്യായവിധിയെക്കുറിച്ചും ജാതീയ ലോക രാഷ്ട്രങ്ങളുടെ ന്യായവിധിയെക്കുറിച്ചുമൊക്കെ നമ്മൾ ചിന്തിച്ചു. അതോടൊപ്പം തന്നെ അന്ത്യന്യായവിധിയെക്കുറിച്ചും. അന്ത്യന്യായവിധിയുടെ കൂടുതൽ വിശദാംശങ്ങൾ ഇന്ന് ഈ എപ്പിസോഡിൽ, ഈ ക്ലാസ്സിൽ നമുക്ക് ശ്രദ്ധിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ, വെളിപ്പാട് 20-ൻ്റെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കുന്നു. ദയവായി ശ്രദ്ധിക്കുക. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിലൊരുത്തിന് ഇരിക്കുന്നതും കണ്ടു. അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിൻ്റെ മുൻപിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവൻ്റെ പുസ്തകമെന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധിയുണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തികൾക്കടുത്ത വിധി ഉണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക 2-ാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അന്ത്യന്യായവിധിയെക്കുറിച്ചുള്ള വളരെ ലളിതവും എന്നാൽ ഘനതരവുമായ ഒരു വിശദീകരണമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. 5 കാര്യങ്ങൾ ഈ അന്ത്യന്യായവിധിയോടുള്ള ബന്ധത്തിൽ ചുരുക്കമായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാനൊന്ന് കൊണ്ടുവരാം. 1, ഈ അന്ത്യന്യായവിധിയുടെ വിധികർത്താവ് ആരാണ്? ആരാണ് ന്യായാധിപൻ? 2, ന്യായം വിധിക്കപ്പെടുന്നവർ ആരെല്ലാമാണ്? 3, ആ ന്യായവിധിയുടെ രംഗം എപ്രകാരമാണ്? 4, ഈ ന്യായവിധിയുടെ മാനദണ്ഡം എന്താണ്? 5, ന്യായവിധിയുടെ ഫലം. അന്ത്യന്യായവിധിയെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ നാം ലളിതമായിട്ടൊന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. 1-ാമത്തെ ചോദ്യം, 1-ാമത്തെ വിഷയം, ന്യായാധിപൻ ആരാണ്? അന്ത്യന്യായവിധി അല്ലെങ്കിൽ വലിയ വെള്ളസിംഹാസന ന്യായവിധി എന്ന് വിളിക്കുന്ന ഈ ന്യായവിധിയുടെ ന്യായാധിപൻ ആരാണ്? 11-ാം വാക്യത്തിൽ ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. ഒരുത്തൻ ഇരിക്കുന്നത് കണ്ടു. ന്യായാധിപനായിട്ട് ഒരുത്തൻ ഇരിക്കുകയാണ്. ഈ അന്ത്യ ന്യായവിധിയിൽ ഒരു വലിയ വെള്ളസിംഹാസനം വെച്ച് അതിൽ ന്യായാധിപനായിട്ട് ഒരുത്തൻ ഇരിക്കുന്നത് മറ്റാരുമല്ല, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ക്രിസ്തുവാണ് അന്ത്യ ന്യായ തീർപ്പ് നടത്തുന്ന വ്യക്തി. ധാരാളം വേദഭാഗങ്ങൾ അതിനാധാരമായിട്ടുണ്ട്. ചുരുക്കം ചില വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി എല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. ന്യായവിധി എല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. അപ്പോസ്തല പ്രവർത്തികൾ 10-ാം അധ്യായം 42-ാമത്തെ വാക്യം: ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ
അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ച് സാക്ഷീകരിക്കുവാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. ജീവികൾക്കും മരിച്ചവർക്കും, ജീവനുള്ളവർക്കും മരിച്ചവർക്കും ന്യായാധിപനായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ. നിങ്ങൾ ക്രൂശിച്ചു കൊന്ന ആ യേശു, ആ വ്യക്തിയാണ് ജീവനുള്ളവർക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ. ഒരു വാക്യം കൂടെ വായിച്ച ഭാഗം വിടാം. 17-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായം, അതിൻ്റെ 31-ാമത്തെ വാക്യം. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം. അരയോപക കുന്നിൽ നിന്നുകൊണ്ടുള്ള പൗലോസിൻ്റെ പ്രസംഗമാണ്. ആ പ്രസംഗത്തിൻ്റെ കൺക്ലൂഷൻ ഇങ്ങനെയാണ്: താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കുവാൻ അവനൊരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ അതിൻ്റെ ഉറപ്പ്, എല്ലാവർക്കും അതിൻ്റെ ഉറപ്പ് നൽകിയും ഇരിക്കുന്നു. ആരാണ് ന്യായാധിപൻ എന്ന ചോദ്യത്തിന് വളരെ വ്യക്തമായ ഒരു ഉത്തരം നമുക്കിവിടെ ലഭിക്കുകയാണ്. അന്ത്യന്യായവിധി. അന്ത്യന്യായവിധിയുടെ സമയത്ത് വലിയ വെള്ളസിംഹാസനത്തിൽ ന്യായാധിപനായിരിക്കുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവാണ്. ഈ അവസാനം വായിച്ച വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായം 31-ാമത്തെ വാക്യം. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കുവാൻ അവനൊരു ദിവസത്തെ നിശ്ചയിച്ചു എന്ന് പറഞ്ഞിട്ട് അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിൻ്റെ ഉറപ്പ് നൽകിയും ഇരിക്കുന്നു. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ, മരണത്തെ പരാജയപ്പെടുത്തി യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ ലോകത്തെ ന്യായം വിധിക്കുവാൻ, ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കുവാൻ ഒരുവൻ അധികാരം പ്രാപിക്കുകയായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു ലോകത്തെ നീതിയോടെ ന്യായം വിധിക്കും. അവൻ മാത്രമാണ് ലോകത്തെ നീതിയോടെ വിധിക്കുവാൻ യോഗ്യൻ. അവന് മാത്രമാണ് അതിനുള്ള യോഗ്യത ഉള്ളത്. 3 കാരണങ്ങൾ പെട്ടെന്ന് പറയാം. 1, അവൻ മനുഷ്യനായി ലോകത്തിൽ വന്നു. അവൻ മനുഷ്യനായി ലോകത്തിൽ വന്നു. 1 തിമോഥെയോസ് 1:15 ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ഈ വലിയ വെള്ളസിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ലോകത്തെ നീതിയോടെ ന്യായം വിധിക്കുവാൻ ക്രിസ്തു മാത്രമാണ് യോഗ്യൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒന്നാമത്തെ കാരണം അവൻ മനുഷ്യനായി ലോകത്തിൽ വന്നു എന്നുള്ളതാണ്. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴും അവൻ ദൈവരൂപത്തിലിരിക്കുക, ദൈവത്തോടുമുള്ള സമത്വം മുറുകെ പിടിച്ചോളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശില മരണത്തോളം അവൻ അനുസരണമുള്ളവനായി തീർന്നു. അവൻ മനുഷ്യനായി ലോകത്തിൽ വന്നു. 2, ന്യായം വിധിക്കുവാൻ യേശുക്രിസ്തു മാത്രമാണ് യോഗ്യൻ എന്ന് പറയുവാനുള്ള രണ്ടാമത്തെ കാരണം അവൻ മനുഷ്യനായി ലോകത്തിൽ വന്നു എന്നുള്ളത് മാത്രമല്ല, അവൻ മനുഷ്യനായി ലോകത്തിൽ വന്നിട്ടും ലോകത്തിൽ ജീവിച്ചിട്ടും അവൻ പാപമില്ലാത്തവനായിരുന്നു. യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചത് പാപമില്ലാത്തവനായിട്ടാണ്. 1 പത്രോസ് 2:22 പത്രോസ് പറയുകയാണ്, അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചന ഒന്നുമുണ്ടായിരുന്നില്ല. തന്നോട് കൂടെ നടന്ന പത്രോസ് പറയുകയാണ്, അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല. യോഹന്നാൻ്റെ സാക്ഷ്യം 1 യോഹന്നാൻ 3-ാം അധ്യായം 5-ാമത്തെ വാക്യം, അവനിൽ പാപം ഇല്ല, അവനിൽ പാപം ഇല്ല, അവനിൽ പാപം ഇല്ല. അതുപോലെ തന്നെ 2 കൊരിന്ത്യർ 5:21 പൗലോസിൻ്റെ സാക്ഷ്യം, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. പാപം അറിയാത്തവനെ നമ്മുടെ നീതീകരണത്തിനായിട്ട് പാപമാക്കി എന്ന് വായിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തു മനുഷ്യനായി ലോകത്തിൽ വന്നവനാണ്, മനുഷ്യനായി ലോകത്തിൽ ജീവിച്ചിട്ടും പാപമില്ലാത്തവനായിരുന്നു. അത് കർത്താവിനോട് കൂടെ നടന്ന ശിഷ്യന്മാർ മാത്രമല്ല, യേശുക്രിസ്തുവിൻ്റെ പാപരാഹിത്യത്തിന് മത്തായി സുവിശേഷം 27-ാം അധ്യായത്തിലെ 4 സാക്ഷ്യങ്ങൾ. 1 യൂദ, മത്തായി 27:4 നാം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു. യൂദയുടെ സാക്ഷ്യം. അതിൻ്റെ 19-ാമത്തെ വാക്യം പീലാത്തോസിൻ്റെ ഭാര്യ പറയുകയാണ്, ആ നീതിമാൻ്റെ കാര്യത്തിൽ ഇടപെടരുത്. 24-ാമത്തെ വാക്യം പീലാത്തോസ് പറയുകയാണ്, ഈ നീതിമാൻ്റെ രക്തത്തിൽ എനിക്ക് കുറ്റം ഇല്ല. 54-ാമത്തെ വാക്യം ശതാധിപനും കൂടെയുള്ളവരും പറയുകയാണ്, അവൻ ദൈവപുത്രനായിരുന്നു സത്യം എന്ന് പറഞ്ഞ് ഏറ്റവും ഭയപ്പെട്ടു. കർത്താവ് ഒരിക്കൽ ചോദിച്ചു, നിങ്ങളിൽ ആർ എൻ്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നു?
അപ്പോൾ ന്യായം വിധിക്കുവാൻ യേശു കർത്താവ് മാത്രമാണ് യോഗ്യൻ. കാരണം അവൻ മനുഷ്യനായി ലോകത്തിൽ വന്നു. 2, മനുഷ്യനായി ലോകത്തിൽ വന്നിട്ടും ലോകത്തിൽ ജീവിച്ചിട്ടും അവൻ പാപമില്ലാത്തവനായിരുന്നു. 3, അവൻ പാപമെന്ന പ്രശ്നത്തിന് എന്നേക്കുമുള്ള പരിഹാരം വരുത്തിയവനാണ്. എബ്രായ ലേഖനം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം, അവൻ അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. പാപത്തിന് പരിഹാരം വരുത്തിയവൻ, പാപത്തിന് പരിഹാരം വരുത്തിയവൻ. അപ്പോൾ വെള്ളസിംഹാസനത്തിൽ ന്യായകർത്താവായിരുന്ന് ലോകത്തെ ന്യായം നീതിയോടുകൂടെ വിധിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ മാത്രമാണ് അതിന് യോഗ്യൻ. കാരണം അവൻ മനുഷ്യനായ ലോകത്തിൽ വന്നു. 2, അവൻ മനുഷ്യനായ ലോകത്തിൽ ജീവിച്ചിട്ടും പാപമില്ലാത്തവനായിരുന്നു. 3, അവൻ പാപങ്ങൾക്ക് വേണ്ടി എന്നേക്കുമുള്ളൊരു പരിഹാരം വരുത്തി. അതുകൊണ്ട് പാപികളെ വിധിക്കുവാൻ അവൻ മാത്രമാണ് യോഗ്യൻ. വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങൾ ദൈവസഭയുടെ ചരിത്രം, ഭൂത വർത്തമാന ഭാവി കാലങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള ദൈവസഭയുടെ ചരിത്രത്തെക്കുറിച്ച് വിശദമായിട്ട് നമുക്കിവിടെ വായിക്കാനായിട്ട് സാധിക്കും. വെളിപ്പാട് 2-3 അധ്യായങ്ങൾ. ആ 2 അധ്യായങ്ങളിലെ സഭകളോടുള്ള ബന്ധത്തിൽ നാം മനസ്സിലാക്കുമ്പോൾ ഞാനിങ്ങനെ പറയട്ടെ, ഈ കാലഘട്ടത്തിൽ, ഈ സഭാ കാലയളവിൽ യേശു ക്രിസ്തു സഭയുടെ കാര്യസ്ഥനാണ്. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ, 1 യോഹന്നാൻ 2:1 വായിക്കുന്ന, ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. ഇന്ന് അവൻ നമ്മുടെ കാര്യസ്ഥനാണ്. എബ്രായ ലേഖനം 8-ാം അധ്യായം 25-ാമത്തെ വാക്യം, താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവൻ പ്രാപ്തനാണ്. ഇന്ന് നമുക്ക് വേണ്ടി വാദിക്കുന്ന, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന, നമുക്ക് വേണ്ടി സംസാരിക്കുന്ന, സ്വർഗത്തിൽ ദൈവത്തോട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു. അവൻ കാര്യസ്ഥൻ മാത്രമല്ല, അവൻ ഇന്നിരിക്കുന്നത് കൃപാസനത്തിലാണ്. എബ്രായർ 4:16, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തക്ക സമയത്ത് സഹായത്തിലുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. കൃപാസനത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന കർത്താവ്, ഈ കർത്താവാണ് വെള്ളസിംഹാസനത്തിൽ ന്യായാധിപനായിട്ട് നാളെ പ്രത്യക്ഷപ്പെടാനായിട്ട് പോകുന്നത്. ഇന്ന് കൃപാസനത്തിലിരുന്നു കൊണ്ട് തന്നോട് ദൈവത്തോട് അടുത്തു വരുന്നവർക്ക് വേണ്ടി സദാപക്ഷപാതം ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റായി, ഒരു കാര്യസ്ഥനായി അവൻ വാദിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ, ഇതേ കർത്താവ് കൃപാസനത്തിൽ നിന്ന് ന്യായാസനത്തിലേക്ക് മാറി ന്യായാധിപനായി ന്യായം വിധിക്കുന്ന രംഗമാണ് വെളിപ്പാട് 20-ാം അധ്യായത്തിൽ നാം കാണുന്നത്. 2, ന്യായം വിധിക്കപ്പെടുന്നവർ ആരാണ്? ന്യായം വിധിക്കപ്പെടുന്നവർ ആരാണ്? 12-ാമത്തെ വാക്യം, മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിൻ്റെ മുൻപിൽ നിൽക്കുന്നതും കണ്ടു. മരിച്ചവർ ആബാലവൃദ്ധം, മരിച്ചവർ ആബാലവൃദ്ധം. മരിച്ചവർ നിൽക്കണമെങ്കിൽ, മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞാൽ, മരിച്ചവർ നിൽക്കണമെങ്കിൽ പുനരുത്ഥാനം പ്രാപിക്കണം. മരിച്ചവർക്കൊരു പുനരുത്ഥാനമുണ്ട്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു എന്ന് വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 28-29 വാക്യങ്ങൾ വായിച്ചാൽ, ഇതിങ്കിൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിലുള്ളവർ എല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യാനുള്ള നാഴിക വരുന്നു. ക്രിസ്തുവിനെ കൂടാതെ മരിച്ച് മാറ്റപ്പെട്ട മനുഷ്യർ, ആബാലവൃദ്ധം, വലിയവരും ചെറിയവരും പുനരുത്ഥാനം പ്രാപിച്ച് ന്യായവിധിക്കായിട്ട് നിൽക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചിരുന്നു, കയീൻ മുതൽ അവസാനത്തെ പാപി വരെയുള്ളതായിരിക്കുന്ന മുഴുവൻ ആളുകളും, മരിച്ച മുഴുവൻ ആളുകളും ന്യായവിധിക്കായിട്ട് ഈ വെള്ളസിംഹാസനത്തിൻ്റെ മുൻപിൽ എഴുന്നേറ്റ് വരികയാണ്. ന്യായവിധിയിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ക്രിസ്തു ന്യായാധിപനായിട്ട് വെള്ളസിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ സകല പാപികളും, കയീൻ മുതലുള്ള സകല ദുഷ്ടന്മാരും സകല പാപികളും ന്യായവിധിക്കായിട്ട്, വലിയവരും ചെറിയവരും സകലരും പുനരുത്ഥാനം ചെയ്ത് ഈ സിംഹാസനത്തിൻ്റെ മുൻപിൽ വന്ന് നിൽക്കുന്ന ഒരു സമയം. ഇനി ആ ന്യായവിധിയുടെ രംഗം, മൂന്നാമതായിട്ട് ആ ന്യായവിധിയുടെ രംഗമൊന്ന് ശ്രദ്ധിക്കുക. 11-ാം വാക്യം, ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിലൊരുത്തിന് ഇരിക്കുന്നതും കണ്ടു. അവൻ്റെ സന്നിധിയിൽ നിന്ന്
ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. വെള്ളസിംഹാസനം വെച്ച് മരിച്ചവരെ ആബാലവൃദ്ധം ന്യായം വിധിക്കുന്ന ആ രംഗം നമ്മളൊന്ന് വീക്ഷിച്ചാൽ ഭൂമിയും ആകാശവും ഓടിപ്പോവുകയാണ്. അതിനെക്കുറിച്ച് പത്രോസ് രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രകാരമാണ് 2 പത്രോസ് 3:10. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോവുകയും ചെയ്യും. ക്രിസ്തു ന്യായാധിപനായി ഇരിക്കുമ്പോൾ പാപത്താൽ വികലമാക്കപ്പെട്ട ഈ പ്രപഞ്ചത്തിന് അവൻ്റെ പരിശുദ്ധിക്ക് മുൻപിൽ നിൽക്കുവാൻ കഴിയുകയില്ല. അവൻ ന്യായാധിപനായി വരുന്ന ആ സമയത്ത്, അവൻ ന്യായാധിപനായി നിൽക്കുന്ന ആ നിമിഷം, പാപത്താൽ ബാധിക്കപ്പെട്ട വികലമാക്കപ്പെട്ട ഈ ലോകം, ഈ ഭൂമിക്ക് അവൻ്റെ പരിശുദ്ധിക്ക് മുമ്പിൽ നിൽക്കുവാൻ സാധിക്കാതെ ഓടിപ്പോകും. മനുഷ്യൻ എവിടെ ജീവിച്ചുവോ, എന്തിനു വേണ്ടി ജീവിച്ചുവോ, എന്തെല്ലാം നേട്ടങ്ങളുണ്ടാക്കിയോ അതെല്ലാം തുടച്ചു മാറ്റപ്പെട്ട് കാലുകുത്തുവാൻ ഒരടി മണ്ണ് പോലുമില്ലാതെ വെള്ളസിംഹാസനത്തിൻ്റെ മുൻപിൽ നിൽക്കുകയാണ്. ശൂന്യതയിൽ ന്യായവിധിക്കായിട്ട്, വെറും കൈയോടുകൂടെ ന്യായവിധിക്കായിട്ട് നിൽക്കുകയാണ്. 13-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു, മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ മരിച്ച മുഴുവൻ ആളുകൾ, മരിച്ചവർ ആബാലവൃദ്ധം എന്ന് പറയുമ്പോൾ സമുദ്രവും മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഈ അന്ത്യന്യായവിധിയിൽ നിന്ന് ഒഴിഞ്ഞു ഓടിപ്പോകുവാൻ ആർക്കും സാധിക്കുകയില്ല. ഏൽപ്പിച്ചു കൊടുത്തു എന്ന് നമ്മൾ വായിക്കുന്നത്. ക്രിസ്തുവിനെ കൂടാതെ മരിച്ച ഒരുവനും ഈ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കുകയില്ല. അവരെല്ലാവരും ഏൽപ്പിക്കപ്പെടും, ന്യായവിധിക്കായി ഏൽപ്പിക്കപ്പെടും. പാതാളം, ഹാഡിസ് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. രക്ഷിക്കപ്പെടാത്തവരുടെ ആത്മാക്കൾ യാതന അനുഭവിച്ചുകൊണ്ട് കിടക്കുന്ന സ്ഥലമാണ് പാതാളം. പാതാളത്തിലുള്ള ആത്മാക്കൾ ഏൽപ്പിക്കപ്പെടുകയാണ്. അതുപോലെ തന്നെ മരണം തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഡെത്ത്, മരണത്തിന് വിധേയപ്പെടുന്നത് നമ്മുടെ ഭൗതിക ശരീരമാണ്. ഭൗമിക ശരീരം ആത്മാവുമായി യോജിച്ച് ന്യായവിധിക്കായിട്ട് ഏൽപ്പിക്കപ്പെടും. സമുദ്രം തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. തലാസ, ഗ്രീക്ക് പദം, എല്ലാവിധ വെള്ളങ്ങളും ഉൾപ്പെടും. ആ സമുദ്രം തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുക്കും എന്ന് പറഞ്ഞാൽ, ഒരു ശരീരം എത്രമാത്രം ശിഥിലമാക്കപ്പെട്ടാലും, എന്തൊക്കെ അവസ്ഥാന്തരങ്ങൾ പ്രാപിച്ചാലും, നമുക്കറിയാം കായീൻ മുതലുള്ള ആളുകൾ, അവരുടെയൊക്കെ ശവശരീരങ്ങൾ ഒരു നിലയിൽ അല്ലെങ്കിൽ മറ്റൊരു നിലയിൽ അവസ്ഥാന്തരം പ്രാപിച്ച് പ്രപഞ്ചത്തിൽ അങ്ങിങ്ങായിട്ടുണ്ട്. ഏതൊക്കെ അവസ്ഥാന്തരങ്ങൾ പ്രാപിച്ചാലും, ഏതെല്ലാം നിലയിൽ മരിച്ചു മാറ്റപ്പെട്ടാലും, ഏതെല്ലാം രൂപമാറ്റങ്ങൾ സംഭവിച്ചാലും, എത്രത്തോളം ശിഥിലമാക്കപ്പെട്ടാലും അവരെല്ലാവരും ന്യായവിധിക്കായിട്ട് ഏൽപ്പിക്കപ്പെടും. 4-മതായി ന്യായവിധിയുടെ മാനദണ്ഡം. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ന്യായവിധി? അതിൻ്റെ 12-13 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. പുസ്തകങ്ങൾ തുറന്നു, ജീവൻ്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾ കടുത്ത ന്യായവിധി ഉണ്ടായി. ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തികൾ കടുത്ത വിധിയുണ്ടായി. 12-13 വാക്യങ്ങൾ. ഓരോരുത്തനും അവൻ്റെ പ്രവൃത്തികൾ കടുത്ത വിധിയുണ്ടായി. ആദ്യം നമ്മൾ വായിക്കുന്നു, പുസ്തകങ്ങൾ തുറന്നു. ന്യായവിധിക്ക് ആധാരം ചില പുസ്തകങ്ങളാണ്. പുസ്തകങ്ങൾ തുറന്നു, ജീവൻ്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. തുറക്കപ്പെടുന്ന പുസ്തകങ്ങൾ. ന്യായവിധിക്കായിട്ട് ഈ വെള്ളസിംഹാസനത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ അവിടെ തുറക്കപ്പെടുന്ന ചില പുസ്തകങ്ങളുണ്ട്. ഒന്ന്, ദൈവത്തിൻ്റെ വചനം, വിശുദ്ധ ബൈബിൾ അവിടെ തുറക്കപ്പെടും. റോമാലേഖനം 2-16 വാക്യം: ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എൻ്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എൻ്റെ സുവിശേഷ പ്രകാരം, താൻ പ്രസംഗിച്ച സുവിശേഷ പ്രകാരം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ സകല രഹസ്യങ്ങളെയും ന്യായം വിധിക്കും. അതുപോലെ യോഹന്നാൻ്റെ സുവിശേഷം 12-48 വാക്യത്തിൽ, ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. അപ്പോൾ ദൈവവചനം അവിടെ തുറക്കപ്പെടും. ന്യായവിധിക്കായി തുറക്കപ്പെടുന്ന പുസ്തകങ്ങളിൽ ഒന്ന് ദൈവത്തിൻ്റെ വചനമാണ്. 2, പ്രവൃത്തികൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം. 20-12 നാം ഇങ്ങനെ വായിക്കുന്നു, പ്രവൃത്തികൾ കടുത്ത വിധിയുണ്ടായി. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം. അപ്പോൾ പ്രവൃത്തികൾ രേഖപ്പെടുത്തിയിരിക്കുന്നൊരു പുസ്തകമുണ്ട്.
അതവിടെ തുറക്കപ്പെടും. ഈ ഭൂമിയിൽ ജനിച്ച് ജീവിക്കുന്നൊരു മനുഷ്യൻ ചെയ്യുന്ന സകല പ്രവൃത്തികളും രേഖപ്പെടുത്തുന്നു. സ്വർഗം അത് കാണുന്നു, സ്വർഗം അതറിയുന്നു, സ്വർഗം അത് രേഖപ്പെടുത്തുന്നു. പരസ്യമായി, രഹസ്യമായി, ഒളിവിലും മറവിലുമായി ചെയ്തു കൂട്ടിയതായിരിക്കുന്ന സകല പ്രവൃത്തികളും സ്വർഗത്തിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അത് അന്ത്യന്യായവിധിയുടെ ദിവസം ആ പുസ്തകം തുറക്കപ്പെടും, പരിശോധിക്കപ്പെടും. തുറക്കപ്പെടുന്ന മറ്റൊരു പുസ്തകം ജീവപുസ്തകം. 20:15 നമ്മൾ വായിക്കുന്നു, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത സകലരെയും, അപ്പോൾ ജീവൻ്റെ പുസ്തകവും അവിടെ തുറക്കപ്പെടുകയാണ്. ഇനി ഈ പുസ്തകങ്ങളെല്ലാം തുറന്നതിന് ശേഷം പ്രവൃത്തികൾക്കൊത്തവണ്ണമാണ് ന്യായവിധി കർത്താവ് നടത്തുവാനായിട്ട് പോകുന്നത്. പ്രവൃത്തി എന്നത് വിശ്വാസത്തിൻ്റെ വെളിപ്പെടലാണ്, വിശ്വാസത്തിൻ്റെ പ്രദർശനമാണ്. ഞാൻ എന്ത് വിശ്വസിക്കുന്നു എന്നറിയുവാനായിട്ട് എൻ്റെ പ്രവൃത്തികൾ ശ്രദ്ധിച്ചാൽ മതി. എൻ്റെ പ്രവൃത്തികൾ എൻ്റെ വിശ്വാസത്തിൻ്റെ പ്രദർശനമാണ്. എൻ്റെ പ്രവൃത്തികൾ എൻ്റെ വിശ്വാസത്തിൻ്റെ വെളിപ്പെടലാണ്. വിശ്വാസം എന്ന പദം ആദ്യം ഉപയോഗിച്ചിരിക്കുന്ന ഭാഗം ഉൽപ്പത്തി 15:6 അവൻ യഹോവയിൽ വിശ്വസിച്ചു. അബ്രഹാമിനെ കുറിച്ച് പറയുകയാണ്. അത് അവന് നീതിയായി കണക്കിട്ടു. വിശ്വാസത്താലാണ് ഒരുത്തൻ നീതീകരിക്കപ്പെടുന്നത്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നതിൻ്റെ ഫലമായിട്ടാണ് നീതി പ്രവർത്തികൾ ഒരുവനിൽ കാണപ്പെടുന്നത്. അപ്പോൾ നിശ്ചയമായിട്ടും പലരും ധരിച്ചു വച്ചിരിക്കുന്നത് നമ്മുടെ മരണശേഷം ജീവിച്ചിരിക്കുന്നവർ ചെയ്യുന്ന കൂദാശകളും പ്രാർത്ഥനകളും കൊണ്ട് അങ്ങ് പറ്റാം, കര പറ്റാം, സ്വർഗം പറ്റാം എന്നാണ് പലരും ധരിച്ചിരിക്കുന്നത്. എന്നാൽ ജീവനോട് ഇരുന്ന കാലത്തെ പ്രവൃത്തികൾക്കൊത്തവണ്ണമാണ് ന്യായവിധി എന്ന് ബൈബിൾ പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ന്യായവിധിക്ക് ആധാരം തുറക്കപ്പെടുന്ന പുസ്തകങ്ങളും അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നമ്മുടെ പ്രവൃത്തികളുമാണ്. ആ പ്രവൃത്തികൾക്കൊത്തവണ്ണമുള്ള ന്യായവിധി. ഈ പ്രവൃത്തികൾ പരിശോധിക്കുന്നതിൻ്റെ മറ്റൊരു കാരണം, ഒന്ന്, അത് വിശ്വാസത്തിൻ്റെ വെളിപ്പെടലാണ്. മാത്രമല്ല, ശിക്ഷയുടെ തോത് നിർണയിക്കുവാനാണ് പ്രവൃത്തികളെ പരിശോധിക്കുന്നത്. ക്രിസ്തുവിനെ അംഗീകരിക്കാത്തവർ മുഴുവൻ നിത്യശിക്ഷാവിധിക്ക് യോഗ്യരാണ്. എന്നാൽ തന്നെയും അവരുടെ ദുഷ്ടതയിൽ ഏറ്റക്കുറച്ചിലുണ്ട്. അത് പ്രവൃത്തികൾ പരിശോധിച്ചാലേ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. ശിക്ഷയുടെ അളവ് നിർണ്ണയിക്കുവാൻ, തോത് നിർണ്ണയിക്കുവാനാണ് ഈ പ്രവൃത്തികളെ പരിശോധിക്കുന്നത്. ക്രിസ്തുവിനെ അനുസരിക്കാത്തവർ മുഴുവൻ നിത്യശിക്ഷാവിധിക്ക് യോഗ്യരാണ് എങ്കിലും അവരുടെ ദുഷ്ടതകൾക്ക്, അവരുടെ പാപപ്രവൃത്തികൾക്ക് ഏറ്റക്കുറച്ചിലുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 47-48 വാക്യങ്ങൾ. യജമാനൻ്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതെയും അവൻ്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസന് വളരെ അടികൊള്ളും. അറിയാതെ കണ്ട് അടിക്ക് യോഗ്യമായി ചെയ്തവനോ കുറേ അടികൊള്ളും. വളരെ ലഭിച്ചവനോട് വളരെ ആവശ്യപ്പെടും, അധികം ഏറ്റുവാങ്ങിയവനോട് അധികം ചോദിക്കും. ശിക്ഷയായിരുന്നാലും പ്രതിഫലമായിരുന്നാലും അത് കൃത്യമായ തോത് വെച്ചാണ് ദൈവം നൽകുന്നത്. ദൈവം നീതിമാനാകൊണ്ട് രക്ഷിക്കപ്പെടാത്തവരെ ന്യായം വിധിക്കുമ്പോൾ പോലും ആ നീതി വെളിപ്പെടുമെന്നുള്ളത് വളരെ വ്യക്തമാണ്. രക്ഷിക്കപ്പെടാത്തവരെ വിധിക്കുമ്പോൾ പോലും ആ നീതി വെളിപ്പെടും. അവസാനത്തേത് ഈ ന്യായവിധിയുടെ ഫലമാണ്. ഇങ്ങനെ ന്യായം വിധിച്ച് അവരെവിടേക്കാണ് അവരെ അയക്കുന്നത്, അവരെങ്ങോട്ടാണ് പോകുന്നത്, ഈ ന്യായവിധിയുടെ ഫലം എന്താണ്? വെളിപ്പാട് 20:15 ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഈ ന്യായവിധിയുടെ ഫലം എന്ന് പറയുന്നത് നിത്യമായ നരകമാണ്. ഒരിക്കലും മടങ്ങി വരുവാനാവാത്ത നിലയിൽ, ഒരിക്കലും ഒരു തിരിച്ചുവരവ് സാധ്യമാകാത്ത നിലയിൽ നിത്യമായി ദൈവത്താൽ കൈവിടപ്പെട്ട് നിത്യനരകത്തിൽ നിത്യദണ്ഡനം അനുഭവിക്കേണ്ടി വരും. ക്രിസ്തുവില്ലാത്ത ഒരു നിത്യത, ക്രിസ്തുവിനെ കൂടാതെയുള്ള ഒരു നിത്യത, പിന്നീടുള്ള കാലം മുഴുവൻ തീ കൊണ്ട് ഉപ്പിടും എന്ന് കർത്താവ് പറഞ്ഞതുപോലെ നിത്യദണ്ഡനം അനുഭവിക്കേണ്ടി വരും. എൻ്റെ പ്രിയപ്പെട്ടവരെ,
കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിലെ ക്രൂശിൽ മരിക്കുമ്പോൾ എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് ഉച്ചത്തിൽ താൻ നിലവിളിച്ചു. ഞാനും നിങ്ങളും അനുഭവിക്കേണ്ട, നിത്യത മുഴുവൻ അനുഭവിക്കേണ്ട നരകത്തിൻ്റെ വേദന ചില മണിക്കൂറുകൾ കൊണ്ട് അവൻ അനുഭവിച്ചത് ഞാനത് വിശ്വസിച്ച് ആ ശിക്ഷാവിധിയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാനാണ്, മോചനം പ്രാപിക്കുവാനാണ്. പാപിയായിരിക്കുന്നൊരു മനുഷ്യൻ, ക്രിസ്തുവിനെ കൂടാതെ മാറ്റപ്പെടുന്നൊരു മനുഷ്യൻ്റെ നിത്യത ഈ നിലയിൽ തീരുകയാണ്. രാപ്പകൽ നാം വായിക്കുന്ന അവർ രാപ്പകൽ ദണ്ഡനം അനുഭവിക്കേണ്ടി വരും. രാപ്പകൽ ദണ്ഡനം അനുഭവിക്കേണ്ടി വരും. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ക്രിസ്തുവിനെ സ്വീകരിച്ച് പാപവഴികളെ വിട്ട് ദൈവപ്രസാദമുള്ളൊരു ജീവിതം നയിക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ദൈവമൊരുക്കുന്ന സ്ഥാനമാണ് പുതിയ യെരൂശലേം. കൈപ്പണിയല്ലാത്ത, ദൈവം ശില്പിയായി നിർമ്മിച്ച, അടിസ്ഥാനങ്ങളുള്ളതായിരിക്കുന്ന മനോഹരമായിരിക്കുന്ന ഒരു നഗരം, അത് ദൈവം ഒരുക്കിയിരിക്കുന്നത് ക്രിസ്തുവിനെ അംഗീകരിച്ച് പാപമോചനം പ്രാപിച്ചവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവരുടെ നിത്യത പുതിയ യെരൂശലേമിലാണ്. അതിനെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. ആമേൻ. കൃത്യമായ സന്ദേശങ്ങളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ നിങ്ങൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. മറക്കാതെ കാണുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.